ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛ, കൊച്ചച്ച, ചെമ്മാശ, ഇടവക അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മതിരുനാളിനോടനുബന്ധിച്ച് 7-ാം ദിവസമായി ഇന്ന് വചന ശുശ്രൂഷ നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ആൻസി ജോർജ് ടീച്ചറാണ്. ആൻസി ജോർജ് ടീച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്ന് റിട്ടയർഡായ അധ്യാപിക, എൻ്റെ സഹപ്രവർത്തക കൂടിയായിരുന്നു. വളരെ സൗമ്യവും സ്നേഹമതിയുമായ അധ്യാപിക. എന്നാൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കർക്കശക്കാരി തന്നെയായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വന്നിട്ടില്ല. തന്നെ ഏൽപ്പിച്ച കർത്തവ്യം വളരെ വിശ്വസ്തയോടും ഭംഗിയോടും ചെയ്തു തീർത്ത വ്യക്തി. കൂടാതെ ദൈവം തൊട്ട ഒരു വ്യക്തി കൂടിയാണ് ആൻസി ടീച്ചർ. തൻ്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ടീച്ചറിന് സാധിച്ചിട്ടുണ്ട്. ഈ സന്നിധിയിൽ ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് വചന ശുശ്രൂഷ നൽകുവാൻ ടീച്ചറിനെ ഇടയാക്കിയത് ദൈവത്തിൻ്റെ മഹാകരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചറിൻ്റെ 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൾ ജോർജീന ലൂർദ് മാതാ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഇളയ മകൾ ജോൺസിന വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ജോർജ് എബ്രഹാം സാർ വിദേശത്ത് നിന്ന് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. വചനം ദൈവമാണ്. ഈ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാം. ടീച്ചറിനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, ചെമ്മാശ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മതിരുനാളാണ് സെപ്റ്റംബർ 8. ലോകമെമ്പാടും ഈ പെരുന്നാൾ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. നാം ഇപ്പോൾ 8 നോമ്പ് ആചരണത്തിൻ്റെ 7-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. AD 52 തന്നെ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ കേരളത്തിൽ വന്ന് സഭ സ്ഥാപിച്ചെങ്കിലും 1-ാം നൂറ്റാണ്ടിൽ ഈ നോമ്പാചരണം ഉണ്ടായിരുന്നില്ല. 9-ാം നൂറ്റാണ്ടിലാണ് കേരള സഭയിൽ ഈ നോമ്പാചരണം തുടങ്ങിയത്. ശുദ്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന നോമ്പാണിത്. ആത്മശരീര ശുദ്ധതയോടെ ജീവിക്കാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കാനാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. ഈ നോമ്പ് ആചരിക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ നിർമ്മലയായ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് മാതാവിൻ്റെ സംരക്ഷണം യാചിക്കുന്നു. ദൈവപുത്രൻ്റെ അമ്മയാകാൻ നിയോഗിക്കപ്പെട്ടവൾ എന്ന നിലയിൽ പിതാവായ ദൈവം അമ്മയെ പ്രത്യേകമായി ജന്മപാപത്തിൻ്റെ കറയേൽക്കാതെ സംരക്ഷിക്കുകയും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കൃപാവരം നൽകുകയും ചെയ്തു. അങ്ങനെ മറിയം അമലോത്ഭവയായി ജനിച്ചു. ഒത്തിരിയേറെ പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഫലമായി വിശുദ്ധരായ യോവാക്യം ഹന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകളാണ് മറിയം. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ജീവിച്ചത് ജെറുസലേം ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തിൻ്റെ തണലിലായിരുന്നു. യൂദായിലെ കന്യകമാരെല്ലാം രക്ഷകൻ്റെ അമ്മയാകാൻ കാത്തിരുന്നപ്പോൾ എളിയവളായ മറിയമാകട്ടെ രക്ഷകൻ്റെ അമ്മയുടെ ദാസിയാകാനാണ് ആഗ്രഹിച്ചത്. ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യുത്തരം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ രക്ഷാകര ചരിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അന്നു മുതൽ അമ്മ തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. അമ്മയെപ്പോലെ നമുക്കും ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനുള്ള വേദഭാഗം. 41-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. യഹൂദന്മാർ സാധാരണയായി ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നത് പ്രധാനമായും 3 തിരുനാളുകൾ ആഘോഷിക്കാനാണ്: കൂടാര തിരുനാൾ, പെന്തക്കോസ്തി തിരുനാൾ, പെസഹ തിരുനാൾ. 42-ാം വാക്യം പറയുന്നു: അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ഇവിടെ തിരുക്കുടുംബം ഒന്നിച്ചാണ്
തിരുനാളിന് ദേവാലയത്തിലേക്ക് പോയത്. അത് അവരുടെ പതിവുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാമും തിരുക്കുടുംബത്തെ പോലെ പതിവായി ദേവാലയത്തിൽ പോയി ദൈവാരാധന നടത്താറുണ്ടോ? ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നതിന്, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിനും യൗസേപ്പ് പിതാവും മാതാവും ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിനും ദേവാലയത്തിനും ദൈവാരാധനയ്ക്കും മക്കൾക്ക് മാതൃകയാകേണ്ടത് മാതാപിതാക്കളാണെന്ന് യൗസേപ്പ് പിതാവും മാതാവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 43 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. ഈശോ കൂടെ ഇല്ലെന്ന വിവരം മാതാപിതാക്കൾ അറിയുന്നത് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ്. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ച് കണ്ടെത്തായികയാൽ അവർ ജെറുസലേമിലേക്ക് തിരികെ പോയി. യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ പ്രശ്നമായിരുന്നിരിക്കാം ഏകപുത്രനായ യേശുവിനെ നഷ്ടപ്പെട്ടത്. ആ പ്രതിസന്ധിയിൽ പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യാതെ അവർ ഒരുമിച്ച് യേശുവിനെ തിരക്കി ജെറുസലേമിലേക്ക് പോയത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പാളിച്ചകളും ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്താതെ പഴിചാരാതെ ന്യായീകരിക്കാതെ സംയമനത്തോടെ യേശുവിനെ അന്വേഷിക്കാനുള്ള മാതൃകയാണ് യൗസേപ്പ് പിതാവും മാതാവും കാട്ടിത്തരുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ അവർ ദേവാലയത്തിൽ കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും യേശുവിനെ നമുക്ക് നഷ്ടമാകാറുണ്ട്. യേശു കൂടെ ഇല്ലെന്ന വിവരം തിരിച്ചറിയുമ്പോൾ നാം എത്തിച്ചേരേണ്ടത് ദേവാലയത്തിലേക്കാണ്. അവിടെ നമ്മുടെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്തുവിനെ കൂട്ടി വേണം തിരികെ നമുക്ക് ഭവനങ്ങളിലേക്ക് പോവാൻ. യേശുവിനെ കണ്ടെത്തുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ഒരു 3 ദിനം ആവശ്യമാണ്. 3 എന്ന സംഖ്യയ്ക്ക് ബൈബിളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത് യാത്രയുടെ 3-ാം ദിനമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഇനിയും ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. കുരിശുമരണത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിനമാണ്. 3-ാം ദിനം രക്ഷയുടെ, വീണ്ടെടുപ്പിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ദിനമാണ്. യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ മാതാവ് ചോദിക്കുന്നു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ തിരയുകയായിരുന്നു. മാതാവിൻ്റെ ഈ ചോദ്യത്തിൽ തിരുക്കുടുംബത്തിലെ പിതാവിനാണ് പ്രഥമ സ്ഥാനം നൽകുന്നത്. കുടുംബനാഥൻ എന്ന സ്ഥാനം ഭർത്താവിനാണ്. നമ്മുടെ ഭവനത്തിലും ഓരോരുത്തർക്കും അർഹമായ സ്ഥാനവും ബഹുമാനവും ആദരവും നൽകാൻ പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാതാവിൻ്റെ ഈ ചോദ്യത്തിന് യേശു പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യേശു ദൈവപുത്രനാണെന്ന് യൗസേപ്പ് പിതാവിനും മാതാവിനും അറിയാമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പോയി നസ്രത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. യേശു ദൈവമായിരുന്നിട്ടും കേവലം മനുഷ്യരായ യൗസേപ്പ് പിതാവിനും മാതാവിനെയും അനുസരിച്ചും സ്നേഹിച്ചും ആദരിച്ചും അവർക്ക് വിധേയപ്പെട്ടും തിരുക്കുടുംബത്തിൽ ജീവിച്ചു. കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് യേശു കാണിച്ചു തരികയായിരുന്നു. അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കും അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാകാം. 52-ാം വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമുക്ക് മാതാവിനോട് യാചിക്കാം, നമ്മെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തണമെന്ന്. പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയും മാതൃകയുമാണ്. എങ്ങനെ ക്രിസ്തീയത ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ് അമ്മ. വിശ്വാസം, ശരണം, സ്നേഹം, എളിമ, വിനയം, ദയ, അനുസരണ, ക്ഷമ, വിധേയത്വം എന്നീ പുണ്യങ്ങളുടെ വിളനിലമാണ് അമ്മ. ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ കൂടി ഉപയോഗിക്കുകയാണ്. 2009 ജൂലൈ 7-ാം തീയതി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. റോഡിൽ വീണ എൻ്റെ 2 കാലിലും KSRTC ബസ്സിൻ്റെ ബാക്ക് വീൽ കയറിപ്പോയി. ഈ വിഷമഘട്ടത്തിൽ ജീവൻ പോലും അപകടസ്ഥിതിയിലായപ്പോൾ ആശുപത്രി കിടക്കയിൽ എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ജപമാലയാണ്. രാവും പകലും ജപമാലയിലൂടെ മാതാവിൻ്റെ മധ്യസ്ഥം തേടി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു.
ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നോട് കരുണ കാട്ടിയതിനാലാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും വചനം പങ്കുവയ്ക്കാനും സാധിച്ചത്. എന്നെ രക്ഷിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി. അവളുടെ സമയത്തും തുടർന്നും ഈ ഇടവകയിലെ അനേകം പേർ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അവർക്കും ഇപ്പോൾ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തരികയും എന്നെ കറക്റ്റ് ചെയ്ത് എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്ത ജോർജ് തോമസ് അച്ഛന് നന്ദി പറയുന്നു. ഇവിടെ എന്നെ സ്വാഗതം ചെയ്ത മഞ്ജു ടീച്ചറിനും ഈ അവസരം എനിക്കായി നൽകിയ MCMF അംഗങ്ങൾക്കും എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് 7-ാം ദിനത്തിൽ 8 നോമ്പിൻ്റെ ആചരണത്തിൻ്റെ 7-ാം ദിനത്തിൽ നമുക്ക് വചന സന്ദേശം നൽകിയ അനുസരിച്ച നേട്ടങ്ങളോടെ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട സംഭവമാണ് നമ്മുടെ സുജിത്തായിട്ട് ലഭിച്ച ഭാഗം. നമുക്കറിയാം, ടീച്ചർ ഭംഗിയായിട്ട് ലഭിച്ചു. കർത്താവിനെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതെ കർത്താവിനെ കൂടെ കൂട്ടേണ്ട ആവശ്യകത തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അർത്ഥവത്താണ്. പരിശുദ്ധ ദൈവമാതാവ് എല്ലാ കാര്യങ്ങളിലും വചനം ഹൃദയത്തിൽ ധ്യാനിച്ച് മുന്നോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ 5-ാം ദിനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടു. ആട്ടടിയില്ലാതെ അറിയുന്നതിന് ശേഷം അറിയുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഗാഠമായി ചിന്തിച്ച മറ്റൊരവസരമാണ് ഇന്ന് കാണുന്നത്. നിശബ്ദതയുടെ ഒരു ആധ്യാത്മികത നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് പ്രതികരിക്കാനും ബഹളം വയ്ക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ അവിടേക്ക് നിശബ്ദതയിലേക്ക് പിൻവാങ്ങാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രകൃതം നമ്മെ ആഹ്വാനം ചെയ്യും. പരിശുദ്ധ അമ്മ ഇവിടെ പ്രതികരിക്കുന്നൊരു സംഭവമുണ്ട്. മകനെ, നീ പ്രകാരം ഞങ്ങളോട് ചെയ്തത് ഞാൻ എൻ്റെ പിതാവ് നിന്നെ അന്വേഷിക്കാൻ. അത് ടീച്ചർ ഭംഗിയായിട്ട് പറഞ്ഞു. കുടുംബത്തിൽ പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം, ഓരോ വ്യക്തികൾക്കും നൽകേണ്ട സ്ഥാനം കൃത്യമായി നൽകുന്നതിന് നമുക്ക് ഈ ഒരു വചനഭാഗങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി വചന സന്ദേശം നൽകിയ അനുസരിച്ച് ടീച്ചറിന് ഏറെ നന്ദി. എല്ലാ ദൈവാനുഗ്രഹങ്ങളും തരികയും ചെയ്യുന്നു. ടീച്ചറുടെ സാക്ഷ്യം എനിക്ക് ആരുകൊണ്ടെങ്കിലും കേൾക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിച്ച് കർത്താവിന് നന്ദി പറയുന്ന ഒരു സാക്ഷ്യം കൂടിയായിരുന്നു. ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരം ടീച്ചറിന് ഈ ദേവാലയത്തിലെത്തി 2 കാലിലും ഉറച്ചിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാനായിട്ട് അനേകർക്ക് സാക്ഷ്യം നൽകാനായിട്ട് ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് ഒരുമിച്ച് നന്ദി പറയുകയും ചെയ്യും. എന്നിട്ട് നിൽക്കാം. ആശീർവാദം ചെയ്യും. ആകാശവും ചേർത്താവെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ വചന ശുശ്രൂഷയിലും ശുദ്ധ കുർബാനയും സംബന്ധിച്ചും ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കുറ്റപ്പെടുത്തട്ടെ. ദൈവമായ കുറ്റപ്പെടുത്തട്ടെ. ബലഹീനങ്ങളോടുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ.